കൊച്ചി നഗരം ഉറങ്ങാൻ തുടങ്ങിയെങ്കിലും ചാനൽ ഓഫീസിലെ 6-ാം നിലയിലെ ആ ചെറിയ മുറിയിൽ അപ്പോഴും വെളിച്ചം തെളിഞ്ഞു നിന്നിരുന്നു. എഡിറ്റിംഗ് പാനലിലെ ചുവപ്പും നീലയും ലൈറ്റുകൾക്കിടയിൽ നന്ദൻ തളർന്നിരിക്കുകയായിരുന്നു. അന്നത്തെ പ്രൈം ടൈം ചർച്ച കടുപ്പമേറിയതായിരുന്നു. രാഷ്ട്രീയക്കാരുടെ അനാവശ്യ ബഹളങ്ങൾ അയാളുടെ തല പുകയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ച് അയാൾ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. കണ്ണുകൾ അടച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞത് ഇന്ന് പ്രസ് കോൺഫറൻസിനിടയിൽ കണ്ട ആ പെൺകുട്ടിയുടെ മുഖമായിരുന്നു. നോട്ട്ബുക്ക് കയ്യിൽ പിടിച്ച് ശ്വാസം അടക്കിപ്പിടിച്ച് തൻ്റെ മുന്നിൽ നിന്ന ആ കാപ്പി നിറമുള്ള കണ്ണുകൾ. അയാൾക്ക് എവിടെയോ ഒരു പരിചിതത്വം തോന്നിയിരുന്നു. എങ്കിലും ആ തിരക്കിൽ അത് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾ പതുക്കെ ലാപ്ടോപ്പ് തുറന്ന് തൻ്റെ പേഴ്സണൽ മെയിൽ ID ലോഗിൻ ചെയ്യുന്നു. ആയിരക്കണക്കിന് മെയിലുകൾക്കിടയിൽ അയാൾ തിരഞ്ഞതൊരു പ്രത്യേക പേരായിരുന്നു: പ്രിയപ്പെട്ടവൾ. അയാൾ ആ ഫോൾഡർ തുറന്നു. വർഷങ്ങളായി അവൾ അയച്ച ഓരോ മെയിലും അവിടെ ഭദ്രമായിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ആ കുട്ടിത്തം നിറഞ്ഞ വാക്കുകളിൽ നിന്നിപ്പോൾ എത്തി നിൽക്കുന്ന ആ പക്വതയാർന്ന വരികൾ വരെ. അയാൾക്ക് ഏറ്റവും പുതിയ മെയിൽ തുറന്നു. ഇന്ന് സാറിനെ ദൂരെ നിന്ന് കണ്ടു. പ്രിയപ്പെട്ടവൾ. പ്രിയപ്പെട്ടവൾ. ആ വാക്ക് വായിക്കുമ്പോൾ നന്ദൻ്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അയാൾ ചില്ലുജാലകത്തിലൂടെ പുറത്തെ നഗര വെളിച്ചത്തിലേക്ക് നോക്കി. താൻ നൽകിയ ആ കടുത്ത നിശബ്ദതയെ അവൾ ഇത്രമേൽ പ്രണയം കൊണ്ട് നേരിടുമെന്ന് അയാൾ കരുതിയതല്ല. അവളുടെ ഓരോ വാക്കിലും തന്നെക്കുറിച്ചുള്ള കരുതലും ആരാധനയും നിറഞ്ഞു നിൽക്കുന്നു. നന്ദൻ ആ മെയിലുകൾക്ക് മറുപടി നൽകാത്തത് അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ആ കാത്തിരിപ്പിനൊരു സൗന്ദര്യമുണ്ടെന്ന് അയാൾ വിശ്വസിച്ചതുകൊണ്ടാണ്. അവൾ സ്വയം വളരട്ടെ എന്ന് അയാൾ ആഗ്രഹിച്ചു. പക്ഷെ ഓരോ രാത്രിയും ഈ മെയിലുകൾ വായിക്കാതെ അയാൾക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. ഒരു പത്രപ്രവർത്തകൻ്റെ ഗൗരവമുള്ള പുറംചട്ടയ്ക്കുള്ളിൽ അവൾക്കായി ഒരു പച്ച ഷർട്ട് അലമാരയിൽ സൂക്ഷിച്ചു വെച്ച ആ കാമുകനെ ലോകം അറിഞ്ഞിരുന്നില്ല. നീ വളരുകയാണ്, എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. പക്ഷെ ആ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഞാൻ നിന്നെ ദൂരെ നിന്ന് നോക്കുന്നുണ്ടെന്ന് നീ അറിയുന്നില്ലല്ലോ, അയാൾ സ്വയം മന്ത്രിച്ചു. അയാൾ വിരലുകൾ കൊണ്ട് കീബോർഡിൽ തട്ടി. ഒരു മറുപടി ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയെങ്കിലും വീണ്ടും അത് മായ്ച്ചു കളഞ്ഞു. ആ നിശബ്ദത തുടരട്ടെ, അവളുടെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ. കൊച്ചിയിലെ തിരക്കുകളിൽ നിന്നൊരൽപ്പം മാറി തണുത്ത എയർ കണ്ടീഷണറിൻ്റെ ശാന്തതയുള്ള ആ വലിയ പുസ്തകശാലയിലേക്ക് ദൃശ്യ കയറിയത് വെറുതെ ഒന്ന് നടക്കാനായിരുന്നു. ഷെൽഫുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ ഗന്ധം അവൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. ജേർണലിസവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ തിരയുന്നതിനിടയിൽ അവൾ അറിയാതെ ആ കവിതകളുടെ വിഭാഗത്തിലേക്ക് എത്തി. ഷെൽഫിൻ്റെ മറുഭാഗത്തൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. പുസ്തകങ്ങൾക്കിടയിലെ വിടവിലൂടെ അവൾ ആ കൈകൾ കണ്ടു. നീണ്ട വിരലുകൾ. കയ്യിൽ ഒരു വെള്ളിവാച്ച്. അവളുടെ ഹൃദയം പൊട്ടനൊന്ന് നിന്നു. ആ കൈകൾ അവൾക്ക് അത്രയും പരിചിതമാണ്. അവൾ പതുക്കെ ഷെൽഫിൻ്റെ അറ്റത്തേക്ക് നടന്നു. അവിടെ ഒരു പുസ്തകം കയ്യിലെടുത്ത് അതിലെ വരികളിൽ മുഴുകി നിൽക്കുകയായിരുന്നു നന്ദൻ. സാധാരണ കാണുന്ന ആ ഗൗരവമല്ല അപ്പോൾ അയാളുടെ മുഖത്ത്. ഏതോ കവിതയുടെ വരികൾ അയാളെ പഴയൊരു ഓർമ്മയിലേക്ക് കൊണ്ടുപോയതുപോലെ തോന്നി. ദൃശ്യ പെട്ടെന്നൊരു പുസ്തകമെടുത്ത് മുഖം മറച്ചു. അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. ഇത്രയും അടുത്ത് അയാൾ ശ്വസിക്കുന്നത് പോലും അവൾക്ക് കേൾക്കാം. അയാൾ ഒന്ന് തിരിഞ്ഞാൽ ആ കണ്ണുകൾ തൻ്റെ കണ്ണുകളിലേക്ക് തറച്ചാൽ താൻ എന്തു ചെയ്യും? പെട്ടെന്ന് നന്ദൻ കയ്യിലിരുന്ന പുസ്തകം ഷെൽഫിലേക്ക് തിരികെ വെച്ചു. എന്നിട്ട് ദൃശ്യ നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു. അവൾ കുളിക്കാൻ സമയമില്ലായിരുന്നു. അവളുടെ കയ്യിലിരുന്ന പുസ്തകം അറിയാതെ താഴെ വീണു. നന്ദൻ ആ ശബ്ദം കേട്ട് അവളെ നോക്കി. ഒരു നിമിഷം ആ പുസ്തകശാലയിലെ നിശബ്ദതയ്ക്ക് ആഴം കൂടി. നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടല്ലോ, നന്ദൻ പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അയാളുടെ നോട്ടം അവളുടെ കണ്ണുകളിലായിരുന്നു. അതെ സാർ, കഴിഞ്ഞ ആഴ്ചത്തെ പ്രസ് കോൺഫറൻസ്. ദൃശ്യ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ശരിയാണ്, ഒരു നോട്ട്ബുക്കൊക്കെ താഴെയിട്ട അതേ കുട്ടി നന്ദൻ ഒന്ന് ചിരിച്ചു. ഇപ്പോൾ പുസ്തകങ്ങൾ താഴെയിടുന്ന ശീലം മാറിയില്ലേ? അതൊരു തമാശയായിരുന്നു. പക്ഷെ ദൃശ്യയ്ക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ അയാളുടെ ആ ചിരിയിലേക്ക് നോക്കി നിന്നുപോയി. 10ാം ക്ലാസ്സിലെ യൂണിഫോം ഇട്ട പെൺകുട്ടിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അയാൾക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ അയാൾ തന്നെ ഓർക്കുന്നു എന്ന സത്യം അവൾക്കൊരായിരം പൂത്തിരികൾ കാത്തുന്ന സന്തോഷം നൽകി. എന്താ ഇവിടെ? നന്ദൻ വീണ്ടും ചോദിച്ചു. വെറുതെ കുറച്ച് പുസ്തകങ്ങൾ നോക്കാൻ വന്നതാണ്. നല്ലതാണ്, വായിക്കണം. പത്രപ്രവർത്തകർക്ക് വേണ്ടത് വലിയൊരു അറിവല്ല, മറിച്ച് ലോകത്തെ നോക്കിക്കാണാനുള്ള ഒരു കാഴ്ചപ്പാടാണ്, നന്ദൻ ഒരു ജ്യേഷ്ഠനെ പോലെ ഉപദേശിച്ചു. അയാൾ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ ദൃശ്യ അയാളുടെ പുറകിലേക്ക് നോക്കി നിന്നു. അയാൾ തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നതിൽ അവൾക്ക് വിഷമമില്ലായിരുന്നു. മറിച്ച് തൻ്റെ പ്രണയനായകൻ തന്നോട് ഇത്രയും അടുത്തു നിന്ന് സംസാരിച്ചു എന്ന് അവളിൽ ആവേശം നിറച്ചു. നന്ദൻ നടന്നു പോകുമ്പോൾ ഒരിക്കൽ കൂടി പുറകിലേക്ക് നോക്കി. ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ എന്തോ ഒന്നുണ്ട്. താൻ എവിടെയോ മറന്നുപോയ ഒരു കവിതയുടെ ബാക്കി പോലെ.
അയാൾ കാറിലേക്ക് കയറുമ്പോഴും ആ കാപ്പി നിറമുള്ള കണ്ണുകൾ അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിലെ ആ ചെറിയ മുറിയിൽ രാത്രിയുടെ നിശബ്ദത പടർന്നിരുന്നു. കൂടെയുള്ളവർ ഗാഢനിദ്രയിലാണെങ്കിലും ദൃശ്യയുടെ മേശപ്പുറത്ത് ചെറിയ ലാമ്പ് അപ്പോഴും കത്തുന്നുണ്ടായിരുന്നു. അവളുടെ ലോകം ആ ലാപ്ടോപ്പ് സ്ക്രീനിലെ വെളിച്ചത്തിലായിരുന്നു. സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്നത് നന്ദൻ്റെ പ്രൈം ടൈം ചർച്ചയുടെ റെക്കോർഡിംഗ് ആണ്. ചർച്ചയിലെ രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ ദൃശ്യയുടെ ശ്രദ്ധ പോയത് അയാളുടെ വിരലുകൾ പേനയിൽ താളമിടുന്നതിലേക്കും മറുപക്ഷത്തുള്ളവരുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ അയാൾ പുരികം ചുളിക്കുന്നതിലേക്കും മാത്രമായിരുന്നു. അയാൾ ഓരോ തവണ സംസാരിക്കുമ്പോഴും അവൾ ആ ശബ്ദത്തിൻ്റെ ആഴം അളന്നുകൊണ്ടിരുന്നു. അവൾ പതുക്കെ തൻ്റെ പഴയ ഡയറി തുറന്നു. 10ാം ക്ലാസ്സിൽ തുടങ്ങിയ ആ ഡയറിയുടെ താളുകൾക്ക് ഇപ്പോൾ ഒരു പഴയ പുസ്തകത്തിൻ്റെ മണമാണ്. അവൾ പേനയെടുത്ത് ഇന്നത്തെ കൂടിക്കാഴ്ചയെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. പ്രിയപ്പെട്ട നന്ദൻ സാർ, ഇന്ന് പുസ്തകങ്ങൾക്കിടയിൽ വെച്ച് നമ്മൾ കണ്ടു. നിങ്ങൾ എനിക്ക് പുസ്തകം എടുത്തു തന്നു. എൻ്റെ മറവിക്ക് നിങ്ങളൊരു ചെറിയ ചിരി സമ്മാനിച്ചു. എന്നെ നിങ്ങൾ തിരിച്ചറിയാത്തതിൽ എനിക്ക് പരിഭവമില്ല. കാരണം ആ തിരിച്ചറിയാത്ത നോട്ടത്തിലും എന്നെ പൊള്ളിക്കുന്നൊരു പ്രണയമുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ ഒരു വിദ്യാർത്ഥിനിയായി മാത്രം കാണുമ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ പ്രപഞ്ചമായി കാണുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ അവൾ ആ ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ജനാലയിലൂടെ പുറത്തെ കൊച്ചി നഗരത്തിലെ വെളിച്ചങ്ങളിലേക്ക് അവൾ നോക്കി. അവിടെ എവിടെയോ ഒരു ഫ്ലാറ്റിൽ നന്ദനുണ്ടാകും. അയാൾ ഇപ്പോൾ എന്തെടുക്കുകയാവും? തൻ്റെ മെയിൽ അയാൾ വായിച്ചു കാണുമോ? അവൾ ഫോൺ എടുത്ത് നന്ദൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഒന്നുകൂടി നോക്കി. പുതിയൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഒരു റിപ്പോർട്ടിങ്ങിനിടയിൽ ആരോ എടുത്ത ചിത്രം. അതിൽ അയാൾ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. ആ ചിത്രത്തിലേക്ക് നോക്കി അവൾ പെതുക്കെ മന്ത്രിച്ചു. എത്ര ദൂരെയാണെങ്കിലും നിങ്ങൾ എൻ്റേതും മാത്രമാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കം അവളെ പുൽകിയപ്പോഴും തലയിണയ്ക്കിടയിൽ ആ പഴയ നീല യൂണിഫോം ഷർട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ ആ പെൺകുട്ടിയിൽ നിന്ന് ഒരുപാട് വളർന്നെങ്കിലും നന്ദൻ എന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോഴും അവളുടെ ഉള്ളിൽ ആ പഴയ സ്കൂൾ മണി മുഴങ്ങുന്നുണ്ടായിരുന്നു. കാത്തിരിപ്പിൻ്റെ ഈ രാത്രികൾക്കൊരു മധുരമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കാലം കരുതി വെച്ച ആ വലിയ മറുപടിക്കായി അവൾ തൻ്റെ ഓരോ സ്വപ്നവും നന്ദൻ എന്ന നൂലിൽ കോർത്തുവെച്ചു. റോഡരികിലെ ചെറിയ കടയുടെ വരാന്തയിൽ മഴ നോക്കി നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് നന്ദനാണെന്ന് കണ്ടപ്പോൾ ദൃശ്യയുടെ ഉള്ളിൽ ഒരു ചെറിയ മിന്നൽ പാഞ്ഞുപോയി. നന്ദൻ കയ്യിലിരുന്ന ഫോൺ പോക്കറ്റിലേക്ക് വെച്ച് പെയ്യുന്ന മഴയിലേക്ക് കൈ നീട്ടി. ഈ മഴ പെട്ടെന്ന് നിൽക്കുമെന്ന് തോന്നുന്നില്ല, നന്ദൻ പതുക്കെ പറഞ്ഞു. ദൃശ്യ പതുക്കെ തലയാട്ടി. അവൾ ഒന്നും മിണ്ടിയില്ല. ആ നിശബ്ദതയിൽ നന്ദൻ അവളെ ഒന്ന് നോക്കി. നമ്മൾ ആ ബുക്ക് സ്റ്റോറിൽ വെച്ച് കണ്ടതല്ലേ? നന്ദൻ ചോദിച്ചു. വളരെ സാധാരണമായ ചോദ്യം. അതെ സാർ, ദിശ പതുക്കെ മറുപടി നൽകി. ജേർണലിസം പഠിക്കുന്ന കുട്ടിയാണെന്നൊന്ന് പറഞ്ഞിരുന്നില്ലേ? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ? അവൾ തൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പറഞ്ഞു. നന്ദൻ ഒന്ന് മൂളി. കുടയില്ലേ കയ്യിൽ? ഉണ്ടായിരുന്നു സാർ, കാറ്റിലൊടിഞ്ഞു പോയി. നന്ദൻ തൻ്റെ വണ്ടിയിലേക്കൊന്ന് നോക്കി. ഞാനിപ്പോൾ സിറ്റിയിലേക്ക് പോവുകയാണ്. വേണമെങ്കിൽ വഴിയിലിറക്കാം. ഇതിങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നന്നായി നനയുന്നുണ്ട്. അവൾ ഒരു നിമിഷം ആലോചിച്ചു. വേണ്ട സാർ, കുഴപ്പമില്ല, ഞാൻ ബസ്സിന് പൊക്കോളാം. ബസ് സ്റ്റോപ്പ് വരെ എത്തണമെങ്കിൽ നീ നനയുമല്ലോ, വാ കയറിക്കോ. അതൊരു കൽപ്പനയല്ലായിരുന്നു, മറിച്ചൊരു പരിചയക്കാരനോട് കാണിക്കുന്ന സാധാരണ മര്യാദ മാത്രം. കാറിലിരിക്കുമ്പോൾ നന്ദൻ റേഡിയോയിലെ പാട്ടുകൾ കുറച്ച് അയാൾക്ക് വല്ലാതെ സംസാരിക്കുന്ന ശീലമില്ലായിരുന്നു. എങ്കിലും കൂടെയിരിക്കുന്ന പെൺകുട്ടിയുടെ നിശബ്ദത അയാൾക്ക് കൗതുകമായി തോന്നി. എന്താ പേര്? നന്ദൻ വണ്ടി ഓടിക്കുന്നതിനിടെ ചോദിച്ചു. ദൃശ്യ, അവൾ പറഞ്ഞു. ആദ്യമായി തൻ്റെ പേര് അയാളുടെ മുന്നിൽ ഉച്ചരിക്കുമ്പോൾ അവളുടെ ശബ്ദത്തിൽ ഒരു ചെറിയ വിറയലുണ്ടായിരുന്നു. ദൃശ്യ, നല്ല പേര്. നന്ദൻ ഒന്ന് ചിരിച്ചു. ജേർണലിസമൊക്കെ വലിയ പാടാണ്. ഇഷ്ടപ്പെട്ട് വന്നതാണോ? അതെ സാർ, ഒരുപാട് ആഗ്രഹിച്ചു വന്നതാണ്. നല്ലത്. കൊച്ചിയിലെ ഈ തിരക്കുകളൊക്കെ വേഗത്തിൽ ശീലമാകും. എവിടെയോ ഹോസ്റ്റൽ? അവൾ സ്ഥലം പറഞ്ഞു കൊടുത്തു. യാത്രയിലുടനീളം നന്ദൻ അവളുടെ പഠനത്തെക്കുറിച്ചും പുതിയ വാർത്തകളെക്കുറിച്ചും ലളിതമായി സംസാരിച്ചു. ദൃശ്യയ്ക്ക് അത്ഭുതം തോന്നി. TV-യിൽ കാണുന്ന ഈ ഗൗരവക്കാരനായ മനുഷ്യനല്ല ഇത്, കുറച്ചുകൂടി ശാന്തനായ ഒരാൾ. ഹോസ്റ്റലിന് മുന്നിൽ വണ്ടി നിർത്തിയപ്പോൾ നന്ദൻ അവളുടെ നേർക്ക് തിരിഞ്ഞു. ശരി ദൃശ്യേ, നന്നായി പഠിക്കണം. എന്തു സഹായം വേണമെങ്കിലും ചോദിച്ചോളൂ. എൻ്റെ ഓഫീസ് അറിയാമല്ലോ? അറിയാം സാർ, താങ്ക്സ്. ദൃശ്യ പുറത്തേക്കിറങ്ങി. അയാൾ വണ്ടി ഓടിച്ചു പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ദൃശ്യയ്ക്ക് തൻ്റെ ഉള്ളിലെ പ്രണയത്തേക്കാൾ വലിയൊരു ആദരവ് അയാളോട് തോന്നി. നന്ദൻ അവളെ ഒരു അനുജത്തെപ്പോലെയോ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയായോ ആണ് കണ്ടതെന്ന് അവൾക്കറിയാമായിരുന്നു. പ്രിയപ്പെട്ട നന്ദൻ സാർ, ഓരോ ദിവസവും നിങ്ങളെ കാണുമ്പോഴും നിങ്ങളുടെ വാർത്തകൾ കേൾക്കുമ്പോഴും പറയാൻ ബാക്കി വെച്ച പ്രണയത്തിൻ്റെ 1000 കടലുകൾ എൻ്റെ ഉള്ളിൽ ഇരമ്പാറുണ്ട്.
നിങ്ങൾക്കറിയുമോ, 10ാം ക്ലാസ്സിലെ പഴയ യൂണിഫോം ഇട്ട പെൺകുട്ടിയിൽ നിന്ന് ഇന്നത്തെ ഈ പക്വതയാർന്ന ഉടയാടകളിലേക്ക് എത്തുമ്പോഴും എൻ്റെ ഉള്ളിലെ അനുരാഗത്തിന് മാത്രം ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ ഗൗരവം നിറഞ്ഞ കണ്ണടയും വിരലുകൾക്കിടയിൽ മഷിയായി പടരുന്ന സത്യസന്ധതയും എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു. ലോകം മുഴുവൻ നിങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കുമ്പോൾ ഞാൻ കാതോർക്കുന്നത് ആ വാക്കുകൾക്ക് പിന്നിലെ നിശബ്ദമായ നിങ്ങളുടെ ഹൃദയമിടിപ്പിനാണ്. എന്നെ തിരിച്ചറിയാത്ത ഒരു അപരിചിതയെപ്പോലെ നിങ്ങൾ എന്നെ കടന്നു പോകുമ്പോഴും ആ സാമീപ്യം പോലും എനിക്ക് നൽകുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ അയക്കുന്ന ഈ ഓരോ മെയിലും എൻ്റെ ആത്മാവിൻ്റെ തുടിപ്പുകളാണ്. നിങ്ങളിത് വായിക്കുന്നുണ്ടെന്ന വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ ഓരോ പകലും തുടങ്ങുന്നത്. ആ പച്ച ഷർട്ടിൻ്റെ ഗന്ധമുള്ള ഒരു പ്രഭാതത്തിനായി, നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുന്ന ആ നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. കാലം നമുക്കായി കരുതി വെച്ച ആ മറുപടി പ്രണയം കൊണ്ട് മാത്രമല്ല, മാത്രമുള്ള ഒന്നായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പ്രണയത്തോടെ പ്രിയപ്പെട്ടവൾ. ഓഫീസിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് സഹപ്രവർത്തകരെല്ലാം പോയിട്ടും നന്ദൻ തൻ്റെ ക്യാബിനിൽ തന്നെ ഇരുന്നു. ലാപ്ടോപ്പിലെ വെളിച്ചം അയാളുടെ മുഖത്ത് തട്ടി പ്രതിഫലിക്കുന്നുണ്ട്. ആ രാത്രിയുടെ നിശബ്ദതയിൽ അയാൾ തൻ്റെ പേഴ്സണൽ മെയിൽ ബോക്സ് തുറന്നു. അവിടെ ഏറ്റവും മുകളിൽ ആ മെയിലുണ്ടായിരുന്നു. ആ വരികൾ വായിച്ചു തുടങ്ങിയപ്പോൾ നന്ദൻ്റെ ഉള്ളിൽ ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ തോന്നി. അയാൾ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. ഓരോ വാക്കും അയാൾ പലതവണ വായിച്ചു. ആ പെൺകുട്ടിയുടെ പ്രണയത്തിൻ്റെ ആഴം അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. വെറും ഒരു കൗമാര ചാപല്യമല്ല ഇതെന്ന് ആ വാക്കുകളിലെ തീവ്രത അയാളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആരാണ് നീ? അയാൾ പതുക്കെ മന്ത്രിച്ചു. 10ാം ക്ലാസ്സിലെ പഴയ യൂണിഫോം ഇട്ട പെൺകുട്ടിയെക്കുറിച്ച് അവൾ സൂചിപ്പിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ആ വിദ്യാലയമുറ്റത്തെ വെയിൽ വന്നു നിറഞ്ഞു. ഒരുപാട് മുഖങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ആരാധനയോട് നോക്കി നിന്ന ഒരു ജോഡി കണ്ണുകൾ അയാൾ തിരഞ്ഞു. പക്ഷെ ഓർമ്മകൾക്കൊരു മൂടൽ മഞ്ഞ് ബാധിച്ചതുപോലെ അവൾ തന്നെ പ്രണയിക്കുന്നു എന്ന് മാത്രമല്ല, തൻ്റെ ഓരോ ചെറിയ ചലനങ്ങളും അവൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന സത്യം അയാളെ വിസ്മയിപ്പിച്ചു. ഈ ലോകത്തെവിടെയോ എനിക്കായി ഇത്രമേൽ കാത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ എന്ന ചിന്ത അയാളുടെ ഏകാന്തതയ്ക്ക് ഒരു മധുരം നൽകി. അയാൾക്ക് അവളോട് സംസാരിക്കണമെന്ന് തോന്നി. ആ വിരലുകൾ കീബോർഡിൽ അമർന്നു. പ്രിയപ്പെട്ടവളെ, നിന്റെ ഓരോ വരിയും എൻ്റെ ഹൃദയത്തിലാണ് തൊടുന്നത്. ആരാണ് നീയെന്ന് എനിക്കറിയില്ലെങ്കിലും നിന്റെ ഈ പ്രണയം എനിക്ക് തരുന്ന കരുത്ത് ചെറുതല്ല എന്ന് ടൈപ്പ് ചെയ്തെങ്കിലും അയാൾ അത് സെൻഡ് ചെയ്തില്ല. പതിവ് പോലെ ആ മെയിൽ അയാൾ തൻ്റെ പ്രത്യേക ഫോൾഡറിലേക്ക് മാറ്റിവെച്ചു. ആ മുറിയിലെ എയർ കണ്ടീഷണറിൻ്റെ തണുപ്പിനിടയിലും നന്ദൻ ആ പച്ച ഷർട്ടിനെക്കുറിച്ചുള്ള അവളുടെ പരാമർശം വല്ലാത്തൊരു ചൂട് നൽകി. അലമാരിയിലിരിക്കുന്ന പഴയ പച്ച ഷർട്ടിനെക്കുറിച്ച് അവൾ എങ്ങനെ അറിഞ്ഞു? അതോ അവൾ അന്ന് സ്കൂൾ മുറ്റത്ത് തൻ്റെ രൂപത്തെ അത്രമേൽ മനസ്സിൽ പ്രതിഷ്ഠിച്ചതാണോ? നന്ദൻ തൻ്റെ ഫോൺ എടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിലെ പേരുകൾക്കിടയിലൂടെ അയാൾ വിരലോടിച്ചു. ആരായിരിക്കും അവൾ? തൻ്റെ ചുറ്റുമുള്ളവരിൽ ആരെങ്കിലും ആയിരിക്കുമോ? അയാൾ ജനാലയിലൂടെ പുറത്തെ നഗരവെളിച്ചത്തിലേക്ക് നോക്കി. ദൂരെ എവിടെയോ ഹോസ്റ്റൽ മുറിയിൽ തനിക്കായി പ്രാർത്ഥിക്കുന്ന ആ പെൺകുട്ടിയുടെ സാമീപ്യം അയാൾക്ക് ചുറ്റുമുള്ള വായുവിൽ പോലും ഉണ്ടെന്ന് അയാൾക്ക് തോന്നി. പ്രണയം ഒരു തിരിച്ചറിവാകുന്നത് ഇങ്ങനെയാണെന്ന് അയാൾ ആദ്യമായി മനസ്സിലാക്കുകയായിരുന്നു. അന്ന് രാത്രി നന്ദൻ തൻ്റെ ഡയറിയിൽ ഒരു വരി മാത്രം കുറിച്ചു. അജ്ഞാതയായ പ്രിയപ്പെട്ടവളെ, നിന്റെ കാത്തിരിപ്പിനൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം തകർക്കാൻ എനിക്ക് കഴിയില്ല. നീ എൻ്റെ മുന്നിൽ വരുന്ന ആ നിമിഷത്തിനായി ഞാൻ ഇപ്പോൾ അറിയാതെ കാത്തിരുന്നു തുടങ്ങിയിരിക്കുന്നു.